കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് കർത്താവിലുള്ള അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്ന സമയമാണ്. ഓരോ ദിവസവും കർത്താവിലും ദൈവത്തിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വാക്ക് മാറാത്ത ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തികളെ അയക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് എല്ലാ ദിവസത്തെ പോലെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൻ്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിനോ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശം ഇല്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ എന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പരിചയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പറയാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വലിയ വീര്യപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പരിശുദ്ധാത്മാവിൽ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം എന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അനന്തരം യേശു യെരുശലേമിനോട് സമീപിച്ചപ്പോൾ ഒലിവ് മലയുടെ അരികെ ബേത്ത്ഹായിൽ എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറയും. നിങ്ങൾ നോക്കുക, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അടുത്തൊരു പട്ടണത്തിലേക്ക് അയക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ താമസിക്കുന്ന ഒരു പട്ടണം, ആ പട്ടണത്തിൻ്റെ അപ്പുറത്തേക്കൊരു സ്ഥലം, ആ പട്ടണത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക്, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഇനിയിപ്പോൾ പരിചയം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു പട്ടണത്തിലേക്ക് അയക്കുകയാണ് 2 പേരെ. അവിടെ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അവിടെ ഒരു കഴുതക്കുട്ടീനെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുവിൻ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ കഴിയത്തില്ല, അല്ലേ? കാരണം വെച്ചാൽ ഒരു വീട്ടിൽ ചെന്നിട്ട് അവർ ഉടമസ്ഥതയിലുള്ള ആ ഒരു കഴുതക്കുട്ടീനെ നമ്മൾ അഴിക്കുമ്പം ഇന്നത്തെ കാലഘട്ടത്തിലും അന്നത്തെ കാലഘട്ടത്തിലും ഒരിക്കലും അസാധ്യമല്ല. അവരെന്ത് ചെയ്യും? എതിർക്കും, ഒരിക്കലും തന്നു വിടത്തില്ല. പക്ഷേ യേശു ക്രിസ്തു വളരെ ഉറപ്പോടെ പറയുകയാണ്, നിങ്ങൾ ഒരു കഴുതേനെയും അതിൻ്റെ കുട്ടിയെയും കാണും. അതിനെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണും. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതല്ല, കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണും. അവിടെ ചെന്നിട്ട് നിങ്ങളതിനെ അഴിക്കുമ്പം സ്വാഭാവികമായിട്ടും വീട്ടുകാരൻ ഇറങ്ങി വരും. അപ്പോൾ വീട്ടുകാരൻ ചോദിക്കും, ഇതാരാണ്, എവിടെ നിന്നാണ്, എന്തിനാണ് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടി, ഇത് ഗുരുവിന് ഇവയെക്കൊണ്ട് ആവശ്യമെന്ന് പറയും. ഒരിക്കലും നമുക്കറിയാം, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, കഴുതയെ വിട്ട് തരത്തില്ല. പക്ഷേ യേശു പറയുന്നു, ഉടനെ എന്ത് ചെയ്യും? അവൻ തൽക്ഷണം നിങ്ങൾക്ക് അയച്ചു തരും എന്ന് വചനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യുവാൻ കഴിയുമോ, ഒരു ഭവനത്തിൽ ചെന്ന് അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു കഴുതേനെ അഴിച്ചുകൊണ്ട് വരുമ്പം ആരും എതിർക്കാത്തൊരു അനുഭവം ഇല്ല. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് എതിർപ്പുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ യേശു ക്രിസ്തു ഇത്രയും ഉറപ്പിൽ അത് പറയുവാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കർത്താവിന് മുന്നമേ പ്രവാചക പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ശീയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് സൗമ്യനായ കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയായി. അപ്പം ദൈവം തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം പഴയ നിയമ പുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നതിൻ്റെ നിവൃത്തിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ധൈര്യം, കർത്താവിൻ്റെ കോൺഫിഡൻസ് എന്തെന്നാൽ ദൈവം മുന്നമേ എഴുതപ്പെട്ടിരിക്കുന്നതാണ്, ദൈവത്താൽ മുന്നമേ സ്ഥാപിച്ചിരിക്കുന്നതാണ്, ദൈവത്താൽ മുന്നമേ എഴുതി വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ നിവൃത്തിയാണ് അവിടെ കണ്ടിരിക്കുന്നത്. അതായത് ആ കഴുതക്കുട്ടി കെട്ടിയിരിക്കുന്നതും കഴുതക്കുട്ടിയുടെ കുഞ്ഞും അതിൻ്റെ ഉടമസ്ഥനെയും ദൈവം മുന്നമേ കണ്ടിരിക്കുന്നു. ഇതേപോലെയാണ് പ്രിയരെ നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല വ്യക്തികളെ കാണുന്നതും നമ്മുടെ പല പ്രശ്നങ്ങളെ കാണുന്നതും നമ്മൾ പലതൂടെ കടന്നു പോകുമ്പോൾ നമുക്കിതെല്ലാം പുതിയതല്ലേ. നമ്മൾ പറയത്തില്ലേ, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഈ പ്രതിസന്ധിയാണ്, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ നേരിക്കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, ഓരോരോ വിഷയങ്ങൾ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രോഗത്തിൻ്റെ പേരുകൾ. ഒരു കാര്യം ഉറപ്പിച്ചോണേ, ഇതെല്ലാം മുന്നമേ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ഭാവിയിൽ എന്തു നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് വചനം പറയുന്നവൻ പരീക്ഷയോടുകൂടെ തന്നെ പോക്കുവഴികളും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോക്കുവഴികളെ കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോക്കുവഴികളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കടന്നു പോകുന്ന പല വിഷയത്തിൻ്റെയും മറുപടി ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ ബൈബിൾ തുറക്കുക, നിങ്ങളുടെ ഭാവിയെപ്പറ്റി എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ ധൈര്യം കൊണ്ടോ നിങ്ങൾ ചെല്ലുക. അവിടെ ചെല്ലുമ്പം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക, പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ കഴുതക്കുട്ടി അഴിഞ്ഞു വരണം, ആ കഴുതക്കുട്ടിക്ക് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടി ആ യജമാനന് കൃപ തോന്നണം. ഒന്നൊന്നും യേശു പറയുന്നില്ല. യേശു പറഞ്ഞു ധൈര്യമായി ചെല്ലുക, ധൈര്യമായി അഴിക്കുക, അത് നിങ്ങളുടെ കൂടെ പോരും, യജമാനൻ തടയത്തില്ല. ഇതേപോലെയാണ് പ്രിയരെ നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ധൈര്യം വേണം. എന്താ ധൈര്യം എന്ന് പറയുന്നത്? ദൈവവചനത്തിൽ. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ധൈര്യം ലഭിക്കുന്നത്? ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതാണ്. ഇതാണ് എൻ്റെ ഭാവി, ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് ബൈബിൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ രോഗം വന്ന് മരിക്കുമെന്നോ തകർന്നു പോകുമെന്നോ നശിച്ചു പോകുമെന്നോ അല്ല. അതിൻ്റെ അർത്ഥം ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അടുത്ത വാക്യത്തിൽ പറഞ്ഞ് ഞാൻ ജീവനുള്ളവരുടെ ദേശത്തിന് യഹോവയുടെ നന്മ കാണും. കണ്ടോ? അപ്പം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണത്. അവളെപ്പോഴും പറഞ്ഞതുപോലെ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, ഉയർച്ച തന്നെ പ്രാപിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം കർത്താവിന് ഈ കഴുതക്കുട്ടി ആ പട്ടണത്തിൽ ഉണ്ടെന്നും ആ കഴുതക്കുട്ടിയുടെ യജമാനൻ അതിനെ അയക്കുമെന്നും അറിയാൻ കാരണം ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയുടെ സമയം യേശുവിന് മനസ്സിലായി. ഇതേപോലെ പ്രാർത്ഥിക്കുന്നവരെ, വചനം വിശ്വസിക്കുന്നവരെ, ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടണമേ. എഴുതപ്പെട്ട വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുക തന്നെ ചെയ്യും. വചനത്തോട് നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? ലയിപ്പിക്കുക. നിങ്ങളെ തന്നെ വചനവുമായി ബന്ധിപ്പിക്കുക, നിങ്ങളെ വചനവുമായി ചേർത്ത് കെട്ടുക. ഇതാണ് എൻ്റെ ഫ്യൂച്ചർ, ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്, ഇതേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ അകത്തൊരു ബോധ്യം നിറയട്ടെ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെ, നിങ്ങളുടെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു തരാം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നറിയാമോ? യേശുവിൻ്റെ അടിപ്പിണരുകളാൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചത് ഉയർക്കും, ക്യാൻസറുകൾ സൗഖ്യമാകും, ട്യൂമറുകൾ അപ്രത്യക്ഷമാകും, രോഗബന്ധനങ്ങൾ അഴിയും, പൈശാചിക ശക്തികൾ അഴിയും. ക്രിസ്തുയേശുവിൽ നിങ്ങൾ പൂർണ്ണ വിടുതൽ പ്രാപിക്കും. ഇതാണ് നിങ്ങളുടെ ഭാവിയിൽ സംഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ഇത് മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ കാണുകയുള്ളൂ. ഇത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. കർത്താവായ യേശു രോഗമുള്ള ഭാഗത്ത്, തേയ്മാനമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് ശരീരത്തിലോട്ട് കൈയെടുത്ത് വെച്ച്, എവിടെയെങ്കിലും കൈയെടുത്ത് വെച്ച്, എൻ്റെ യേശുവേ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ രോഗബന്ധനത്തെ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ ഞങ്ങൾ പുറത്താക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ
അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. പൂർണ്ണ വിടുതൽ അവിടെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനം, ജയൻ 14 സെൻറ്റ് സ്ഥലം ഉടമസ്ഥതയിലുള്ള ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ കുടുംബത്തിൽ ഏപ്രിൽ മാസം ഇങ്ങനെ എടുത്തു. ഏപ്രിൽ മാസത്തിൽ ജനിച്ചൊരു വ്യക്തി ആ ഷിബുവിൻ്റെ ഭവനത്തിലുണ്ട്. ആ വ്യക്തിയെ കൂടെ ചേർത്തൊരു വിടുതൽ സംഭവിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ, ദൈവാത്മാവെ അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലോ. ഇപ്പോൾ തന്നെ കർത്താവ് ഇന്ന് ശരത്തിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്പർശനം വെളിപ്പെടാൻ പോയി. ശരത്തിൻ്റെ ജീവിതത്തിൽ ഈ ശരത്തിനൊരു ബ്രദറും കൂടെ ഉണ്ട്. 2 പേരെയാണ് ഞാൻ ഭവനത്തിൽ കാണുന്നത്. ശരത്തിനെയും ശരത്തിൻ്റെ സഹോദരനെയും ദൈവം പൊതിയുന്നതിനായിട്ട് കാണിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഭവനങ്ങളുടെ മേൽ അത്ഭുതകരമായ സൗഖ്യം നിറയട്ടെ, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ ദുഷ്ടൻ്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും. ഞങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പോൾ പിതാവേ, ഞങ്ങളുടെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെടട്ടെ, അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ നിമിഷം തന്നെ ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ പൈശാചിക നോങ്ങൾ മാറട്ടെ. കർത്താവെ, സാമ്പത്തികമായി തകർച്ചയുടെ കടന്നു പോകുന്നവർ മിറക്കിൾ മണി തുറന്നു വരട്ടെ, പുതിയ നന്മകൾ തുറന്നോട്ടെ, ബിസിനസ്സിൽ ജോലിയിൽ വർധനവുണ്ടാകട്ടെ. എല്ലാ കർത്താവെ നന്മയുടെ വാതിലുകളെയും തുറന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവെ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലോ, അങ്ങ് വീര്യപ്രവർത്തികൾ ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഷോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുക. ഷോണിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അയക്കുകയാണ്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഷോണിൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. ഷോണിൻ്റെ കുടുംബത്തിൽ ഷോണിൻ്റെ മകളെ ദൈവം സ്പർശിക്കുകയാണ്. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. രോഗികളായി പ്രാർത്ഥിച്ചവരെ, ആലോചന കേട്ടവരെ, നിങ്ങളുടെ സാക്ഷ്യങ്ങളെ, നിങ്ങളുടെ വിലയേറിയ സാക്ഷികളെ നിങ്ങളുടെ പ്രയർ ലൈൻ നമ്പറിലേക്ക് അയയ്ക്കുക. ഗോഡ് ബ്ലസ് യു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സൂമിൽ. ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഏതെങ്കിലും യൂട്യൂബിൽ ആ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒരു പ്രയർ ലിങ്ക് ഉണ്ട്. അതിലൂടെ സൂമിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.